ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവനെ ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യരായ സ്നേഹിതർക്കും സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തുവേശുവിൽ നിസ്തുല്യമായ പ്രഭാതവന്ദനവും സ്നേഹവന്ദനവും അറിയിക്കുന്നതിന് സന്തോഷമുണ്ട്. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴോ തീമോത്തിയോസ് നിങ്ങളുടെ അടുക്കൽ നിന്ന് വന്ന് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റി ഞങ്ങൾ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്ന പോലെ നിങ്ങൾ ഞങ്ങളെ കാണുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞ സദ്വാധ്വാനം അറിയിച്ചു. ഈ ലേഖനം എഴുതാനുണ്ടായ ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. തെസ്സലോനിക്കയിലേക്ക് പോയ തീമോത്തിയോസ് മടങ്ങി വന്ന് തെസ്സലോനിക്ക വിശ്വാസികളുടെ ഇപ്പോഴത്തെ ആത്മീയ അവസ്ഥയെക്കുറിച്ച് പൗലോസിനെ അറിയിച്ചപ്പോൾ ഈ ലേഖനം എഴുതുവാന് അത് മുഖാന്തരമായിട്ട് തീർന്നു. തീമോത്തിയോസ് പൗലോസിന്റെ അടുക്കൽ വന്ന് പറഞ്ഞത് ഈ തെസ്സലോനിക്ക വിശ്വാസികളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റിയാണ്. പൗലോസും ശീലാസും തീമോത്തിയോസും അവിടെ സഭ സ്ഥാപിച്ചതിന് ശേഷം അവിടെ നിന്ന് പോയി. ഇപ്പോൾ കുറെ നാടുകളായി. അവരെ പഠിപ്പിച്ച കാര്യം വിശ്വാസത്തെയും സ്നേഹത്തെയും പ്രത്യാശയെക്കുറിച്ചുമൊക്കെയാണ്. എന്നാൽ അവർ കഷ്ടതയുടെ കഠിനമായ ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ വിശ്വാസത്തിനും സ്നേഹത്തിനും കുറവ് വന്നിട്ടുണ്ടോ എന്നുള്ള ഭയമാണ് പൗലോസിനെ അലട്ടിയത്. എന്നാൽ ഇപ്പോൾ തീമോത്തിയോസ് വന്ന് പറയുകയാണ്, ഈ വിശ്വാസികൾ കഠിനമായ ശോധനയിലൂടെ കടന്നു പോകുന്നെങ്കിലും അവരുടെ വിശ്വാസത്തിനും സ്നേഹത്തിനും ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, നാളുകൾ കഴിയുമ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിടുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ആത്മീയമായ തീഷ്ണത കുറയുമ്പോൾ നമ്മുടെ വിശ്വാസവും സ്നേഹമൊക്കെ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. എഫേസ്യ വിശ്വാസികളെ കുറിച്ച് കർത്താവ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ആദ്യ സ്നേഹം കുറഞ്ഞു പോയി എന്നുള്ളൊരു കുറ്റം നിങ്ങളെക്കുറിച്ച് പറയാനായിട്ടുണ്ട്. നമ്മുടെ വിശ്വാസവും സ്നേഹവും കുറഞ്ഞു പോകാതെ അത് മേൽക്കുമേൽ വർദ്ധിച്ചു വരണം എന്നുള്ളതാണ്. നമ്മുടെ സ്നേഹം മേൽക്കുമേൽ സകല പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നമ്മൾ ഭേദാഭേദങ്ങളെ വിവേചിക്കാറാകണമെന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നീതിഫലം നിറഞ്ഞവരുമായിരിക്കണമെന്ന് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന് പൗലോസ് ഫിലിപ്പർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മൾക്ക് ഫിലിപ്പർ 1-ൽ കാണാൻ സാധിക്കും. അപ്പോൾ ഏതൊരു കാലഘട്ടത്തിലുമുള്ള ദൈവജനത്തിൻ്റെ ആത്മീയമായ അധപതനത്തിൻ്റെ അടിസ്ഥാന കാരണം അവരുടെ വിശ്വാസത്തിലും സ്നേഹത്തിലും കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. ഈ ലോക സ്നേഹം കൊണ്ടോ പാപത്തിൻ്റെ ഇമ്പങ്ങളോടും ഉള്ള താല്പര്യങ്ങൾ കൊണ്ടോ ജഡത്തോടുള്ള ആഭിമുഖ്യം കൊണ്ടോ നമ്മുടെ വിശ്വാസവും സ്നേഹവും കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. വിശ്വാസവും സ്നേഹവും ഒരു നാണയത്തിന്റെ 2 വശമാണ്. എവിടെ വിശ്വാസമുണ്ടോ അവിടെ സ്നേഹമുണ്ട്.
നാം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ യഥാർത്ഥമായ അനുതാപത്തോടും ഭാവബോധത്തോടും കൂടെ കാൽവരി ക്രൂശിലേക്ക് നോക്കി നമുക്ക് വേണ്ടി മരിക്കുന്ന ആ കർത്താവിന്റെ സ്നേഹം കാണുമ്പോൾ, ആ കർത്താവിന്റെ ക്രൂശിലേക്ക് നോക്കി നാം അവിടുത്തെ രക്ഷിതാവും കർത്താവുമായി നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആദ്യ ദാനം എന്നുള്ളത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെ ലഭിക്കുമ്പോൾ നമുക്ക് നൽകുന്ന എന്താണ്? കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. വിശ്വാസത്താൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. അപ്പോൾ ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് പകരുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനാൽ പകരുകയാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളുടെ ഉള്ളിൽ ദൈവസ്നേഹമുണ്ട്. വിശ്വാസമുള്ളവന് സ്നേഹമുണ്ട്. വിശ്വാസത്തിന്റെ അനന്തരഫലമാണ് സ്നേഹം. നമുക്ക് അറിയാം, ദൈവം നമ്മെ സ്നേഹിച്ചപ്പോൾ തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ സാക്ഷാലുള്ള സ്നേഹം വെളിപ്പെടുത്തി. ആ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ ദൈവസ്നേഹത്തെയാണ് നാം അംഗീകരിക്കുന്നത്, ദൈവസ്നേഹത്തെയാണ് നാം ഏറ്റെടുക്കുന്നത്. അങ്ങനെ നാം ആ സ്നേഹത്തിന്റെ പങ്കാളികളായി തീരുകയാണ്. ആ സ്നേഹം പങ്കുവയ്ക്കുകയാണ്. ആത്മാവിന്റെ ഫലം എന്നുള്ളത് സ്നേഹമാണ്. എവിടെ വിശ്വാസമുണ്ടോ അവിടെ സ്നേഹമുണ്ട് എന്നുള്ളതിന് സംശയമില്ല. നമ്മുടെ സ്നേഹത്തെക്കുറിച്ചും പരസ്പരമുള്ള അന്യോന്യ സ്നേഹത്തിനും അന്യോന്യ ആത്മീയവർദ്ധനയ്ക്കുള്ളതൊക്കെയും നാം ചെയ്യുന്നുണ്ടോ? നാം നമ്മുടെ സൗവിശ്വാസികളെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ആത്മാവിന്റെ സ്നേഹം നമുക്ക് ഇഷ്ടപ്പെട്ടവരെ സ്നേഹിക്കുക എന്നുള്ളതല്ല, നമ്മോട് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുന്നവരെ, നമുക്ക് പിന്തുണ നൽകുന്നവരെ സ്നേഹിക്കുന്ന സ്നേഹമല്ല. ദൈവത്തിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ടവരായി നമ്മളെ സ്നേഹിക്കാത്തവരെയും നമ്മോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരെയും നമ്മൾ നഗലം പ്രാപിക്കുന്നവരെയൊക്കെയും അവരുടെ ആത്യന്തികമായ നന്മ അടിസ്ഥാനമാക്കി അവരെ സ്നേഹിക്കുക. അതാണ് യഥാർത്ഥമായ സ്നേഹം എന്നുള്ളത്. വാക്കിനാലും നാവിനാലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും സ്നേഹിക്കണമെന്ന് യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തെസ്സലോനിക്ക വിശ്വാസികളുടെ സ്നേഹം എങ്ങനെയാണ് വെളിപ്പെടുത്തിയത് എന്ന് പറയുകയാണ്. ഞങ്ങൾ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നത് പോലെ. ഇതിലൂടെ പൗലോസിനും ശിലാസിനും തീമോത്തിയോസിനും തെസ്സലോനിക്ക വിശ്വാസികളുള്ള സ്നേഹം വെളിപ്പെടുത്തുകയാണ്, കാണാനുള്ള ആഗ്രഹം. നിങ്ങൾ ഞങ്ങളെ കാണുവാൻ വാഞ്ചിച്ചുകൊണ്ട്, അപ്പോൾ സഹവിശ്വാസികളെ കാണുവാനുള്ള വാഞ്ചയും ആഗ്രഹവുമാണ് സ്നേഹത്തിന്റെ ഒരു പ്രകടനം. സഹവിശ്വാസികളെ കാണാനും അവരോട് ഒരുമിച്ച് സമയം ചെലവഴിക്കുവാനും അവരോട് ഒരുമിച്ച് പ്രാർത്ഥിപ്പാനും ആത്മീയ കൂട്ടായ്മ പങ്കെടുക്കുവാനുള്ളതായ ആഗ്രഹം നമുക്കുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നാം സഭായോഗങ്ങളെ ഉത്സാഹമായിട്ട് കാണും. സഭായോഗത്തിന് എപ്പോഴും ആദ്യം തന്നെ നമ്മൾ ചെല്ലും. കാരണം സവിശ്വാസികളെ കാണണം, അവരുമായിട്ട് ഒരുമിച്ചുള്ള ആ സ്നേഹബന്ധം, ആ കൂട്ടായ്മ അത് പുതുക്കണം. ആ വലിയ ആഗ്രഹം താല്പര്യമുണ്ട്. അതോ സഹവിശ്വാസികളെ കാണുന്നത് ഒരു ചതുർത്ഥിയായിട്ട്, ഒരു ഇഷ്ടയില്ലായ്മയായിട്ടാണ് നമ്മെ ഭരിക്കുന്നതെങ്കിൽ നമ്മളിൽ സ്നേഹമില്ല എന്നുള്ളതാണ്. സഹവിശ്വാസികളുമായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കണം. അതിനുവേണ്ടി സഹിക്കാനും ശ്രമിക്കാനും ഒക്കെ ക്രിസ്തു നമ്മോട് ക്ഷമിച്ചതുപോലെ സഹിക്കാനും ക്ഷമിക്കാനും അങ്ങനെ ചേർത്ത് നിർത്താനും പ്രോത്സാഹിപ്പിക്കുവാനും കരുതുവാനും ഒക്കെ ഉള്ളതായ താല്പര്യം നമുക്കുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവാത്മാവ് വിശേഷാൽ നമ്മളെ അതിനെ സഹായിക്കട്ടെ. മാത്രമല്ല എപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്ന് ഞങ്ങളോട് സദ്വാത്മാനം അറിയിച്ച കാരണത്താൽ ഈ തെസ്സലോനിക്ക വിശ്വാസികൾ എപ്പോഴും പൗലോസിനെയും ശീലാസിനെയും തീമോത്തിയോസിനെയും ഓർക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ചുള്ള അവര് പറഞ്ഞ കാര്യങ്ങൾ, അവര് പഠിപ്പിച്ച കാര്യങ്ങൾ, അവരെ വിശ്വാസിൽ അഭ്യസിപ്പിച്ച പാഠങ്ങൾ എല്ലാം ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കാറുണ്ടോ? നമ്മളെ ദേവദാസന്മാര് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നാം മറന്നു പോകുന്നവരാണോ? അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അവരെ ഓർക്കുകയും കരുതുകയും ചെയ്യാറുണ്ടോ? അങ്ങനെ ഒരു സ്നേഹമുണ്ടെങ്കിൽ ഇത് നമ്മൾ ആ സ്നേഹം വെളിപ്പെടുത്തും. നല്ല ഓർമ്മയിലൂടെ, കാണുവാനുള്ള ആഗ്രഹത്തിലൂടെ നാം ആ സ്നേഹം വെളിപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു നല്ല ജീവൻ നയിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.